ഹായ് ഗായ്സ്, ഗലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 5th വീക്ക് എഫിഷ്യനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച രാത്രി 7 മണി വരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 15 മത്സരാർത്ഥികളാണുള്ളത്. 15 മത്സരാർത്ഥികളിൽ നിന്ന് 2-3 മത്സരാർത്ഥികളാകും ഇത്തവണ പുറത്തു പോകുന്നത്. അതെന്തായാലും നിർണ്ണയിക്കാനുള്ള അവകാശം നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം വരിമണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏതായാലും ഇന്ന് രാത്രി 7 മണിയുടെ വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അനുമോൾ തന്നെയാണ് തുടരുന്നത്. യാതൊരു മാറ്റമില്ലാണ്ടാണ് അനുമോൾ 1ാം പൊസിഷനിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ 24,509 എന്ന കൂറ്റൻ വോട്ടാണ് അനുമോൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. വോട്ടിങ്ങിൻ്റെ തുടക്കം തൊട്ട് ഇതുവരേക്കും ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോകാത്ത ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ. ഇപ്പോൾ 1ാം പൊസിഷൻ നിലനിർത്തിയിട്ടുണ്ട്. 2ാം പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റമായിട്ട് ഷാനവാസ് തിരിച്ചു കയറി വന്നിരിക്കുകയാണ്. അനീഷിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഷാനവാസ് തന്റെ 2ാം പൊസിഷൻ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. 21,899 വോട്ടിന്റെ ബലത്തിലാണ് അനീഷിനെ അട്ടിമറിച്ചുകൊണ്ട് 2ാം പൊസിഷനിലേക്ക് കയറി വന്നത്. 3ാം പൊസിഷനിലേക്ക് അനീഷ് തള്ളപ്പടിക്കാണ് ചെയ്തിരിക്കുന്നത്. ഷാനവാസുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസത്തിൽ തന്റെ പൊസിഷൻ നഷ്ടപ്പെട്ട് 3ാം പൊസിഷനിലേക്ക് വീണുപോയിരിക്കുകയാണ്. ഇപ്പോൾ 21,450 വോട്ടിന്റെ ബലത്തിൽ 3ാം പൊസിഷൻ നിലനിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. 4ാം പൊസിഷനിൽ നൂറയാണുള്ളത്. നൂറ തരക്കടിയിലത്തെ വോട്ടിംഗ് പ്രകടനമായിട്ട് മുന്നേറുകയാണ്. ഇപ്പോൾ ഏകദേശം അനീഷുമായിട്ട് അടുത്തു വരുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് നൂറയുടെ സൈഡിൽ നിന്നുണ്ടായിരിക്കുന്നത്. 21,008 വോട്ട് നേടി നൂറ 4ാം പൊസിഷനിൽ തന്നെ തുടരുന്നുണ്ട്. 5ാം പൊസിഷനിൽ ജിസേൽ തക്രാൽ തന്നെയാണ് തുടരുന്നത്. ഒരു മാറ്റവും ഇല്ലാണ്ട് വോട്ടിങ്ങിൽ മുന്നേറുന്ന ഒരു മത്സരാർത്ഥിയാണ് ജിസേൽ. ഇപ്പോൾ 20,456 വോട്ടിന്റെ ബലത്തിൽ 5ാം പൊസിഷൻ തന്നെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. 6ാം പൊസിഷനിൽ രേണുസുതി തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. തുടക്കത്തിൽ ഒന്ന് പതറിയെങ്കിലും ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമായിട്ട് 6ാം പൊസിഷനിൽ സുരക്ഷിതമായി തുടരുന്നുണ്ട്. ഇപ്പോൾ 17,805 വോട്ട് നേടിയാണ് 6ാം പൊസിഷനുള്ളത്. 7ാം പൊസിഷനിൽ അഭിലാഷാണ് തുടരുന്നത്. അഭിലാഷും തരക്കേടില്ലാത്ത വോട്ടിംഗ് പ്രകടനമായി സേഫ് സോണിലേക്ക് മാറുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ 17,155 വോട്ടിന്റെ ബലത്തിൽ 7ാം പൊസിഷനിൽ തന്നെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. 8ാം പൊസിഷനിൽ ആദില തന്നെ തുടരുകയാണ്. ആദിലേക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ 17,006 വോട്ട് നേടിയാണ് ആദില തൻ്റെ 8ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 9ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായിട്ട് കയറി വന്നിട്ടുള്ള അക്ബർ ഖാൻ തന്നെ തുടരുകയാണ്. അക്ബർ ഖാന് ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റമുണ്ട്. ഇപ്പോൾ നമ്മുടെ ആദിലയുമായിട്ട് ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 16,321 വോട്ടിൻ്റെ ബലത്തിൽ 9ാം പൊസിഷനിൽ നിലനിൽക്കുന്നുണ്ട്. 10ാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യനാണ് ഉള്ളത്. ബിന്നി സെബാസ്റ്റ്യൻ താരതമ്യേന കുഴപ്പമില്ലാത്ത വോട്ടിംഗ് പ്രകടനമാണെങ്കിൽ കൂടെ ഇപ്പോൾ ഡേഞ്ചർ പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 15,980 വോട്ട് നേടി 10ാം പൊസിഷനിലാണ് ഉള്ളത്. 11ാം പൊസിഷനിൽ ആര്യൻ ഖത്തറിയെ തന്നെ തുടരുകയാണ്. ആര്യൻ അവിസ്മരണീയ പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്തൊരു മുന്നേറ്റമാണ് ആര്യൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അപ്പനീശ്വരത്തിനെ അട്ടിമറിച്ചുകൊണ്ട് 11ാം പൊസിഷനിൽ വന്നതിന് ശേഷം പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 17,788 വോട്ട് നേടി 11ാം പൊസിഷനിലാണുള്ളത്. 12ാം പൊസിഷനിൽ അപ്പനീശ്വരത്താണ് ഉള്ളത്. അപ്പനീശ്വരത്ത് ഡേഞ്ചർ സോണിലാണ്. ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വരുമണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. ഇപ്പോൾ 15,590 എന്ന വോട്ട് നേടി 12ാം പൊസിഷനിലാണ് നിലകൊള്ളുന്നത്. 13ാം പൊസിഷനിൽ റെന ഫാത്തിമയാണുള്ളത്. റെന ഫാത്തിമയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഡേഞ്ചർ പൊസിഷനിലാണ്. ഇത്തവണ പുറത്തു പോകുമെന്ന് വിചാരിക്കുന്ന മത്സരാർത്ഥിയാണ്. 14,701 വോട്ട് നേടി 13ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 14ാം പൊസിഷനിൽ ഒനിൽ സാബുവാണ് ഉള്ളത്. ഒനിൽ സാബുവിന് ഇപ്പോൾ നല്ല രീതിയിലുള്ള വോട്ടിംഗ് കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 13,609 വോട്ട് നേടി 14ാം പൊസിഷനിൽ നിലകൊള്ളുകയാണ്. 15ാം പൊസിഷനിൽ ശൈത്യ സന്തോഷാണ് തുടരുന്നത്. തീർച്ചയായും ഇത്തവണ പുറത്തു പോകാൻ സാധ്യത കൽപ്പിക്കുന്ന മത്സരാർത്ഥിയാണ്. ഇപ്പോൾ 15ാം പൊസിഷനിൽ തന്നെയാണുള്ളത്. 13,450 വോട്ട് നേടി 15ാം പൊസിഷനിൽ ഡേഞ്ചർ സോണായി തുടരുകയാണ് ചെയ്യുന്നത്.